പൂരങ്ങളുടെ നാട്ടിൽ ഇനി മെഗാ ഓഫറുകളുടെ തൃശൂർ പൂരം. മലബാർ ഡിജിറ്റലിൽ വിലക്കിഴിവിന്റെ പൊടിപൂരം. ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ഭവന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ വൈദ്യുതി ഭവന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു. മുൻ MP-യും കോൺഗ്രസിന്റെ നേതാവുമായ TM പ്രതാപൻ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സമൂഹത്തിന്റെ പേരിൽ രാഷ്ട്രീയാതീതമായി പ്രഖ്യാപിക്കുന്നതായി സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. നേരത്തെ ഇവിടെ സന്ദീപും പ്രിയപ്പെട്ട BJP-യുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രിയങ്കരനായ സുജയും സൂചിപ്പിച്ചതുപോലെ ഈ മേഖലയിൽ വലിയ സ്വകാര്യവൽക്കരണമല്ല കോർപ്പറേറ്റ് വൽക്കരണം രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അദാനി, അംബാനി ഉൾപ്പെടെയുള്ള വൻകിട കോർപ്പറേറ്റുകളടക്കം ഈ മേഖലയിലേക്ക് കടന്നു വരികയാണ്. ഈ കേബിൾ TV മാത്രമല്ല, ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ സൗകര്യങ്ങളും പൊതുമേഖലയിൽ സംരക്ഷിക്കപ്പെടേണ്ട നമ്മുടെ BSNL അടക്കമുള്ള ആളുകളെ എല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ കൊടുക്കുന്നതിന് വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ രാജ്യത്ത് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ ഈ ലക്ഷക്കണക്കിന് പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നത്. പ്രത്യേകിച്ചും ഈ COA-യിൽ തന്നെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ 5000-ൽ പരം ഓപ്പറേറ്റേഴ്സ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ 12 ലക്ഷത്തോളം ആളുകൾക്ക് ഈ ബ്രോഡ്ബാൻഡ് കണക്ഷൻ കേരളത്തിൽ കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം കൂടിയാണ് നിങ്ങളുടെ ഈ പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ ഇത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ പലരും ഇതിൽ ഇറങ്ങി തിരിച്ചത് സ്വകാര്യ പണമിടപാട് കയ്യിൽ നിന്ന് പണം വായ്പ വാങ്ങിയും ബാങ്കിൽ നിന്ന് പണമെടുത്തും സ്വന്തം കുടുംബാംഗങ്ങളുടെ കെട്ടുതാലി വിറ്റും ഒക്കെയാണ് ബ്ലേഡ് കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് അടക്കം പണം വാങ്ങിച്ചിട്ടാണ്. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷനായി. COA സെക്രട്ടറി ആന്റണി P സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ CPI സംസ്ഥാന കമ്മിറ്റി അംഗം KD സന്ദീപ്, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ, ജനറൽ സെക്രട്ടറി PB സുരേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. KSEB അധികൃതരുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ്മാരോടുള്ള പ്രതികൂല നിലപാടിനെതിരെയാണ് ധർണ സംഘടിപ്പിച്ചത്. KSEB പോസ്റ്റുകളിൽ കേബിൾ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട് വാടക നിരക്ക് കുത്തനെ കൂട്ടുകയും ഓപ്പറേറ്റർമാരോടുള്ള അവഗണനയ്ക്കുമെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ മേഖലയിലെ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരുടെ ജീവിതം വലിയ പ്രയാസകരമായ സാഹചര്യങ്ങളിലേക്ക് പോവുകയാണ്. സിഗ്നൽ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള, മുമ്പ് ആണെങ്കിൽ ആന്റിനയായിരുന്നു, പിന്നീട് ഡിഷ് TV ആയി മാറി. ഇപ്പോ AI സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആധുനികമായ സിഗ്നൽ സംവിധാനങ്ങൾ വരുന്നതോടുകൂടി കേബിൾ TV സ്വാഭാവികമായ ചരമത്തിലേക്ക് നീങ്ങും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ കൊണ്ടുവരുവാൻ ഇന്ത്യയിലെ ഭരണകൂടം തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്ന നിലപാട്. ചെറുകിട വ്യാപാര മേഖലയിലേക്ക് കുത്തകകൾ കടന്നു വരുന്ന കാലത്ത് ആശങ്കയോടുകൂടി ഇന്ത്യയിൽ ധാരാളം ആളുകൾ പ്രതിഷേധങ്ങളും മുന്നറിയിപ്പുകളും നൽകിയിരുന്നു. ആ പ്രതിഷേധങ്ങളും മുന്നറിയിപ്പുകളും അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന നൂറുകണക്കിന് അനുഭവങ്ങൾ വർത്തമാനകാല ഇന്ത്യയിലുണ്ട്. കാരണം വൻകിട ബഹുരാഷ്ട്ര കുത്തകൾ, വാൾമാർട്ടിനെ പോലെയുള്ള കുത്തക സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത്. CCV ന്യൂസ്, ചേലക്കര.